ഇതെന്റെ ഉമ്മച്ചീന്റെ വീട്ടിലെ നോമ്പ് തറയാണ് കേട്ടോ. അപ്പൊ നമ്മളെല്ലാവരും ഇവിടെയാണ്. ഇത് 7ാമത്തെ നോമ്പായിരുന്നു. നിങ്ങൾ ഇതുവരെ എന്റെ വീഡിയോസിൽ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ന്യൂ ഫേസസ് ഇന്ന് നിങ്ങൾക്ക് കാണാം. ഇതാണ് ഇഷൽ, എന്റെ ഉമ്മച്ചീന്റെ വലിയ ബ്രദറിന്റെ മോള്. ഇത് അവളുടെ ബ്രദർ ടോട്ടു. ഇത് അവന്റെ ട്വിൻ സിസ്റ്റർ നുന്നു. ഇതാണ് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് തലയിൽ ചുമന്ന് നടക്കുന്ന ദുവ. ഞാൻ വിളിക്കുന്നത് ഡുവ ലിപ്പ, ഉമ്മച്ചീന്റെ 2ാമത്തെ ബ്രദറിന്റെ മോള്. ആളിതാ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി വരുന്ന വഴിയിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ദുവനോട് വാ ദുവ നമുക്കൊരു സെൽഫി എടുക്കാന്ന് കേട്ടോ. അപ്പൊ ആള് പറയാണ് ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, ഞാൻ മേക്കപ്പ് ഇട്ടിട്ട് കണ്ണാടിയിലൊക്കെ നോക്കട്ടെ എന്നിട്ട് ഫോട്ടോ എടുക്കാൻ. അങ്ങനെ ഈ ഒരു ചെറിയ വായില് ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ദുവ പറയൂ കേട്ടോ. നോമ്പ് തുറക്കാനായിട്ടുണ്ട്, ഏകദേശം അറേഞ്ച്മെന്റ്സ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാങ്ക് കൊടുത്തു, നമ്മളെല്ലാരും നോമ്പൊക്കെ തുറന്നു. ആദ്യം ജ്യൂസും ഫ്രൂട്ട്സും പൊരിക്കടികളൊക്കെ കഴിച്ച് പിന്നെ പ്രാർത്ഥന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കി ചോറ്, പത്തിരി ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിച്ചത്. പൊതുവെ എല്ലായിടത്തും ചെയ്യുന്ന പോലെയൊക്കെ തന്നെ ദുബൈയൊക്കെ കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. വലിയ എന്തോ സീരിയസ് ടാസ്ക് ആണ്. ഫ്രൂട്ട്സും ജ്യൂസും പൊരിക്കടികളും ഒക്കെ കഴിച്ചിട്ട് തന്നെ വയറ് അത്യാവശ്യം ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫേവറേറ്റ് പിന്നെ ആൾവേസ് പൊരിക്കടികളാണ്. പിന്നീട് ഈ ഒരു ചോറും ചിക്കനൊന്നും കഴിക്കാൻ അധികം സ്പേസ് ഒന്നും ബാക്കി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഫുഡിങ് ഒക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കായിരുന്നു കേട്ടോ. ഇവിടെ പിന്നെ കുറേ കുട്ടികളുള്ളതുകൊണ്ട് നല്ല രസമാണ്. ഇവിടെ നുന്നു, ടോട്ടു, ദുവ, ഇഷൽ ഇങ്ങനെ എല്ലാവരും കൂടി ഇവിടെ നല്ല ബഹളവും വർത്താനവും ഒക്കെയാണ് ഇവര് ഇവിടെ ഉള്ളത്. പിന്നെ അതുകൂടാതെ നമ്മൾ വന്നവരെല്ലാവരും വേറെ ഉണ്ട്. എൻ്റെ അനിയത്തിമാരുണ്ട്, പിന്നെ മേമൻ്റെ ചെറിയ മോള് ലിയ, അമൻ, പിന്നെ നന്ന, ഇങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ ഇന്നിവിടെ. പറഞ്ഞാൽ പോവാൻ നിൽക്കണത് വന്നാ പോവാ പോലെ പോവാ. റെഡി അടിച്ച ധാരാ പിന്നെ ആരാണോ അങ്കിൾ എന്നെ ഇത്താന്റെ പുതിയ അങ്കിളേന്ന് വിളിച്ചാ വേണ്ടേ? താല്പര്യപ്പെടുന്നില്ല ഞങ്ങൾ. പുതിയ പളാന്ന് മതി. അങ്കിൾ എനിക്ക് പുതിയ അപ്പള നഷ്ടമായത് ഒരു എന്നോ. അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കായിരുന്നു. സാധാരണ ഇറങ്ങാൻ നിൽക്കുന്നവരുടെ കൂടെ പോരാൻ കരയിലാണല്ലോ ചെറിയ കുട്ടികളുടെ പരിപാടി. ഇവിടെയും അതേ പ്രക്രിയയാണ് അരങ്ങേറിക്കൊണ്ടിരിക്കണേ. കൊടുക്കാത്ത ഇഷ്ടായിട്ട് രൂപ കൊടുക്കണില്ലല്ലോ. അപ്പൊ എനിക്ക് ഇന്ന വേണ്ട തുടക്കണേ വേണ്ട വേണ്ടേ? ഞാൻ പോവാട്ടോ. ചുടുചുടാണോള് എന്നാലും അതിന്റെ ബാപ്പി ഞാൻ നാളെ വരുള്ളൂ കേട്ടോ. സീരിയസ് ആയിട്ടോള് പറയാണ്. നമ്മൾ പോവാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ദുവയൊക്കെ സീരിയസ് ആയിട്ട് പുതിയ ഡ്രസ്സ് ഇട്ടരാനും മുടി കോമ്പ തരാനൊക്കെ പറയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ സീന് വഷളാവുന്നത് നമുക്ക് ഏകദേശം മനസ്സിലായി. പിന്നെ നമ്മൾ ഇറങ്ങാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ കരച്ചിലും പിഴിച്ചിലും ബഹളമൊക്കെ ആവാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ജസ്റ്റ് നൈസായിട്ടൊന്ന് പറ്റിക്കാന്ന് വിചാരിച്ചിട്ട് മിഠായി വാങ്ങിച്ചു കൊടുക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് വണ്ടി കയറ്റിയിരുത്തിയതാണ്. നമ്മൾ ജസ്റ്റ് ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് തിരിച്ച് കൊണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. ഇഷ്ടലോന് എന്ത് മിഠായിയോ വേണ്ടിയത്? ഏത് മിഠായി വണ്ടി ഏതാ വണ്ടിയത്? ഏതാ വണ്ടിയത്? ഒരു മിനിറ്റ് ഇതിന്റെ എക്സ്പയറി ഡേറ്റ് കൊടുക്കാൻ പറ്റുന്ന
മെയ്യിൽ കഴിയും. ഇവർക്ക് രണ്ടുപേർക്കും പിന്നെ നുണ്ണും ടോട്ടൂനും ആയിരുന്നു കേട്ടോ നമ്മള് മിഠായിയൊക്കെ വാങ്ങിച്ചത്. പിന്നെ അവരെ നേരെ വീട്ടിൽ കൊണ്ടാക്കി നമ്മളെല്ലാരും തിരിച്ചു പോരുകയാണ്. മേമന്റെ ഫാമിലി നമ്മളും ഒരേ റൂട്ടിലാണ്. ഹൈമില്ലിയും കിൻഡർ ജോയ് അവർക്ക് വാങ്ങാത്തതിന്റെ പ്രശ്നത്തിലാണ് കേട്ടോ. എനിക്ക് ചെമ്മീനച്ചാറും മാങ്ങയും മോരസാടി. നോമ്പ് തുടങ്ങിയ ആദ്യത്തെ 2 ആഴ്ചയൊക്കെ എല്ലാ സ്ഥലത്തും ഈ ഉപ്പും മുളകൂട്ടും ആകെയും മോരുസോടയും എല്ലാം വൈഡ്ലി വ്യാപകമായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മള് അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പൈനാപ്പിൾ ഉപ്പുമുളകിട്ടത്, പിന്നെ മാങ്ങയിൽ തന്നെ ഒരു 2-3 ഡിഫറെന്റ് മസാലകൾ, കാന്താരി, ചെമ്മീന്, നോർമൽ മസാല, ഇങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രസമായിരുന്നു ആ ടൈമിലൊക്കെ. ഇതിങ്ങനെ ആ ഒരു എരിവിൽ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞത് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി നല്ല രസമായിരുന്നു. പക്ഷേ ഈ നോമ്പൊക്കെ എടുത്ത വയറിലേക്ക് ഇത് ഭയങ്കര അൺഹെൽത്തി ആയതുകൊണ്ട് ഓതറൈസ്ഡ് ആൾക്കാർ തന്നെ ഇതെല്ലാം ക്ലോസ് ചെയ്യിപ്പിച്ചു. അപ്പൊ ഇനി നമ്മൾ തിരിച്ചു പോവാണ്. നമ്മൾ സ്ഥിരം മോരുസോഡ കുടിക്കുന്ന വേറൊരു സ്പോട്ടുണ്ട്, അവിടേക്കാണ് പോകുന്നത്. ഇവിടുന്ന് അച്ചാറും കാര്യങ്ങളും മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മോരുസോഡ നമുക്ക് ഈ ഒരു സ്പോട്ടിലേത്താണ് അത്യാവശ്യം ഇഷ്ടമായിട്ടുള്ളത്. ഇതും ഇപ്പൊ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ 7ാമത്തെ നോമ്പായിരുന്നു അവിടെ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറെ നോമ്പ് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇപ്പോഴത്തേക്ക് ആകുമ്പോഴത്തേക്ക് ഈ സ്പോട്ടുകളെല്ലാം അടപ്പിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി. അപ്പൊ ഇവിടെ മോര് സോഡ ഉണ്ട്, അതുപോലെ ഓറഞ്ച് സോഡ ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ രണ്ടും കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഓറഞ്ചല്ലേ? അല്ല ഇതില്ലേ മോര് സോഡ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഓറഞ്ച് സോഡ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് ആർക്കും അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. ഓറഞ്ചും നന്നാരൊക്കെ ഇട്ടിട്ടായിരുന്നു. നമ്മൾക്ക് മോര് സോഡയാണ് ഒന്നും കൂടെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാൻ കേട്ടോ. നമ്മൾ നമ്മളുടെ വീട്ടിലേക്കും മേമന്റെ വീട്ടിലേക്കും പോവാണ്. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വ്ലോഗ്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.